കർത്താവിനെ സ്നേഹിക്കുന്ന ഈ വാത്സല്യ ഭവനത്തിന്റെ തണലിൽ ദൈവവചനത്തിൽ നിന്ന് ചിന്തിപ്പാനായിട്ട് കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വാത്സല്യ ഭവനത്തെ നമുക്ക് ഓർക്കുമ്പോൾ പറയാനായിട്ട് സാധിക്കുന്നത്, ഈ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു കുടുംബം എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതിൻ്റെ സാക്ഷികളാണ് നമ്മളെല്ലാവരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മനുഷ്യരെന്നുള്ള നിലയിൽ പല നിലകളിലുള്ള പരിമിതികൾ നമുക്കുള്ളപ്പോൾ തന്നെ അതൊക്കെ അതിജീവിക്കുന്ന ദൈവകൃപയാൽ ആ നിലയിൽ അവരായിരിക്കാനായിട്ട് കർത്താവ് അവരെ സഹായിച്ചു എന്നുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മതിയായ വസ്തുതയാണ്. ഇന്ന് വചനം ശുശ്രൂഷിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ആന്റണി ചേട്ടൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഞാൻ കഴിഞ്ഞ വെക്കേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വായിക്കുകയും മനസ്സിലാക്കാനായിട്ട് തിരഞ്ഞെടുത്ത പുസ്തകം എന്ന് പറയുന്നത് യൂദയുടെ ലേഖനമായിരുന്നു. ആ യൂദയുടെ ലേഖനത്തിന്റെ അവസാന 2 വാക്യങ്ങളാണ് ഇന്ന് കുറച്ച് സമയം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. നമുക്ക് വളരെ അറിവുള്ളതും ഇവിടെ ഇരിക്കുന്ന പല കർത്തൃദാസന്മാർ നമ്മളോട് ദൈവവചനത്താൽ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് എന്നുള്ളതിനാൽ തന്നെ ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നിരിക്കും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിയ ചില ആലോചനകൾ പൊതുപ്രയോജനത്തിനായിട്ട് പങ്കിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനാധാരമായിട്ട് യൂദ 24 25 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അത് നാം പ്രാരംഭത്തിൽ പാടിയ പാട്ടിൽ അവസാനത്തെ വരികളിൽ നാം ഓർത്തത് ഇങ്ങനെയാണ്: യഹോവ നാമ മാഹാത്മ്യം വർണ്ണിപ്പാനാവില്ല എന്നുള്ളതാണ്. ഇവിടെ ലേഖനകാരൻ യഹോവയുടെ നാമത്തിന്റെ മാഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്ന ചില സ്തുതി ഗീതങ്ങളാണ് നമുക്ക് ഈ 2 വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ലേഖനം ഞാൻ വായിക്കാനും മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും തമ്മിലുള്ള ആ യുദ്ധം വരാനിടയായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആ യുദ്ധം ആരംഭിച്ചത്. ഈ ലേഖനവും ഒരു പോർക്കളത്തിന്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാനാണ്. പോരാടുക. അപ്പൊ ഒരു പോർക്കളത്തിന്റെ ചിത്രമാണ് ഈ 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. നമുക്കറിയാം, ഒരു പോർക്കളത്തിൽ സൈന്യമുണ്ട്. ആ സൈന്യത്തിന് ഒരു ദൗത്യമുണ്ട്. മാത്രമല്ല, പോർക്കളത്തിൽ ശത്രു സൈന്യമുണ്ട്. മാത്രമല്ല, സൈന്യത്തിന് പോരാടേണ്ടതായ സ്ട്രാറ്റജീസ് ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ലേഖനത്തിന്റെ 25 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. ആദ്യത്തെ 2 വാക്യങ്ങളിൽ, ഞാൻ ഈ വായിച്ച വാക്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഈ ലേഖനത്തിന്റെ ഒരു സമ്മറി എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ 2 വാക്യങ്ങളിൽ ഈ സൈന്യത്തിന്റെ, ഈ പോർക്കളത്തിൽ പോരാടുന്ന സൈനികർക്കുള്ള പ്രത്യേകതയാണ് നമുക്ക്, അല്ലെങ്കിൽ അവരുടെ സവിശേഷതകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനെ സംബന്ധിച്ച് നാം ഒരുപാട് സന്ദേശങ്ങൾ കേട്ടിട്ടുള്ളതാണ്. സൂക്ഷിക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്, സ്നേഹിക്കപ്പെട്ടവരാണ്. ആ രീതിയിൽ കരുണയും സമാധാനവും സ്നേഹവും അനുഭവിക്കുന്നവരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പോൾ ഈ പോർക്കളത്തിൽ പോരാടുന്ന സൈന്യത്തിന്റെ സവിശേഷതകൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ സൈന്യത്തിന്റെ ദൗത്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൈന്യത്തിന്റെ ദൗത്യം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് വിശ്വാസത്തിനു വേണ്ടി പോരാടണം. അപ്പൊ സൈന്യത്തിന്റെ ദൗത്യം നാം കാണുകയാണ്. തുടർന്ന് 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഈ ശത്രു സൈന്യത്തിന്റെ പ്രത്യേകതയാണ്. 4 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, അതിൽ 4-ൽ സ്പെസിഫിക് ആയിട്ട്, പൊതുവായിട്ട് ശത്രു സൈന്യത്തിന്റെ പ്രത്യേകതകൾ പറയുകയാണ്. അതിന് ചരിത്രത്തിൽ നിന്ന് 3 ഉദാഹരണങ്ങൾ എടുക്കുന്നുണ്ട്. അത് കളക്റ്റീവായിട്ടുള്ളൊരു എക്സാമ്പിൾ ആണ്. തുടർന്നും പൊതുവായിട്ടുള്ള അവരുടെ സവിശേഷതകൾ, ശത്രു സൈന്യത്തിന്റെ സവിശേഷതകൾ പറഞ്ഞതിന് ശേഷം 3 ഉദാഹരണങ്ങൾ കഴിഞ്ഞ് സ്പെസിഫിക് ആയിട്ട് അവരുടെ ചില പ്രത്യേകതകൾ പറഞ്ഞ്
3 വ്യക്തി ജീവിതങ്ങളുടെ ദൃഷ്ടാന്തം അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 16 വരെ ശത്രു സൈന്യത്തിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ദുരുപദേഷ്ടാക്കന്മാരുടെ പ്രത്യേകതകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ സൈന്യത്തിനുള്ള സ്ട്രാറ്റജീസ്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, ശത്രു സൈന്യമുണ്ട്, ദുരുപദേഷ്ടാക്കളുണ്ട്. അപ്പോൾ വിശ്വാസത്തിനു വേണ്ടി പോരാടുന്ന ഈ പോർക്കളത്തിൽ സൈന്യത്തിന്റെ ഉത്തരവാദിത്തങ്ങളാണ് നമുക്ക് കാണാനായിട്ട്. ഒടുവിൽ 24 25 നാം വായിച്ച ഈ വാക്യത്തിൽ സർവ സൈന്യാധിപനായ, നാം രാവിലെ പ്രിയാനണി ചേട്ടൻ ഓർപ്പിച്ചതുപോലെ ജയം പ്രാപിച്ചിരിക്കുന്ന, നമുക്ക് അനുദിനം ജയം നൽകുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ലേഖനകാരൻ തന്റെ തൂലിക നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ലേഖനം ഞാൻ മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അതിൽ ഒടുവിലായിട്ട് ജയം നൽകുന്ന അല്ലെങ്കിൽ ജയം നൽകുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന 2 വാക്യങ്ങളാണ് ഈ 24 25 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിരുവെഴുത്തിലെ ഏറ്റവും മനോഹരമായ സ്തുതിഗീതമായിട്ടാണ് ഇത് ഇരിക്കുന്നത് എന്നാണ് അനേക എഴുത്തുകാരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം വായിക്കുമ്പോൾ നമുക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ 2 വാക്യത്തിൽ നിന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ 2 വാക്യങ്ങൾ നാം നിരീക്ഷിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എന്തുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ള ചില പാഠങ്ങളാണ് ഞാൻ ഇതിൽ നിന്ന് കണ്ടെത്തിയത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് നാം കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ പോർക്കളത്തിൽ ജീവിക്കണം, അതിനുള്ള ചില പ്രമാണങ്ങൾ, ചില പാഠങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, നമുക്ക് അറിവുള്ള കാര്യങ്ങളാണെങ്കിലും ഞാനൊന്ന് വേഗത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് അതൊന്ന് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് എന്തുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം എന്ന് ചോദിച്ചാൽ, നാം ഇവിടെ വായിക്കുന്നത് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു എന്നുള്ള പ്രയോഗം. സൂക്ഷിച്ചു എന്നുള്ള ക്രിയാപദമാണ് ഒന്നാമത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നമ്മെ സൂക്ഷിക്കുന്നതിനാൽ നാം അവനെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാ അവൻ നമ്മെ സൂക്ഷിക്കുന്നത് എന്നുള്ളത് അവിടെ കാണുന്നു. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. വീഴാതെ വണ്ണം, നമുക്കറിയാം യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് വീണുപോകാതെ സൂക്ഷിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിർത്തുവാൻ ശക്തിയുള്ള കർത്താവാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തോടുള്ള ബന്ധത്തിലും നമുക്ക് അത് ഓർക്കാനായിട്ട് സാധിക്കും. നമ്മെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ്, അതുകൊണ്ട് നാം അവനെ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മെ ഓർപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട്. കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നു എന്നുള്ള പദം ഓർപ്പിക്കുന്നത്, നമുക്കറിയാം നമ്മിൽ തന്നെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മിൽ തന്നെ വീഴാതെ വണ്ണം ജീവിക്കാനുള്ള ശേഷിയില്ല എന്നുള്ളത് അതിൽ തന്നെ വ്യക്തമാണ്. നമുക്കറിയാം, നമുക്ക് വീഴാതെ വണ്ണം ജീവിക്കാൻ ശേഷിയുണ്ടെങ്കിൽ, പ്രാപ്തിയുണ്ടെങ്കിൽ, പിന്നെ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു എന്നുള്ള പ്രയോഗത്തിന് പ്രസക്തിയില്ല. അപ്പൊ അത് നമ്മെ ഓർപ്പിക്കുന്ന ഒരു ലളിതമായ സത്യം എന്ന് പറയുന്നത്, വീഴാതെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ശേഷി, പ്രാപ്തി ഈ പാപജഡത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മെ സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് മുഖാന്തരം വീഴാതെ വണ്ണം ദിനംതോറും ജീവിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും എന്നുള്ളതാണ്. എങ്ങനെ അത് സാധിക്കും? നമുക്കറിയാം, ഈ പാപജഡത്തിൽ ജീവിക്കുന്നു. ലോക സംവിധാനങ്ങളൊക്കെ വളരെയധികം നമ്മെ ആകർഷിക്കുന്നു. നാം അതിൽ വളരെയധികം ഇടപഴകി ജീവിക്കുന്നവരാണ്. തന്ത്രശാലിയായ പിശാച് നമ്മിൽ ഇടമെടുക്കാനായിട്ട് സർവദാ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ മധ്യത്തിൽ എങ്ങനെ ഈ ലോകത്തിൽ വീഴാതെ വണ്ണം ജീവിക്കാൻ സാധിക്കും? കഴിഞ്ഞ ദിവസം ഞാൻ ദൈവവചനം ധ്യാനിച്ചപ്പോൾ വന്ന ഒരു ചിന്തയാണ് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീഴാതെ വണ്ണം ജീവിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു രഹസ്യം ഞാൻ അവിടെ നിന്ന് പഠിച്ചു. അതൊന്ന് പറഞ്ഞു മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. പശ്ചാത്തലം വ്യത്യാസമാണെങ്കിലും അതിൽ നിന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് ഒഴിവിക്കാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്
പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ, സിറിയർ, അമോര്യർ, ഫെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്കറിയാം, ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. മോശെ കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നുള്ള സംഭാഷണമാണ് ദൈവവുമായിട്ടുള്ളത്. അവിടെ ഈ ഇസ്രയേൽ മക്കളുടെ കഷ്ടത കാണുന്ന കർത്താവ്, അവരുടെ നിലവിളി കേൾക്കുന്ന കർത്താവ്, അവരുടെ സങ്കടങ്ങൾ അറിയുന്ന കർത്താവ്. അതിനുശേഷം നമ്മൾ 8-ന്റെ അവസാനം വായിക്കുന്നത് അവരെ രക്ഷിപ്പാൻ ഇറങ്ങി വരുന്ന കർത്താവ്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ വീഴാതെ വണ്ണം ജീവിക്കാൻ സാധിക്കും എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത്, ഇവരുടെ നിലവിളി എന്നുള്ള ആ പദം നമുക്കറിയാം, ഫറവോന്റെ അടിമത്വത്തിന് കീഴിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവരുടെ അഭിനിവേശത്തെ അല്ലെങ്കിൽ ഉത്കടമായ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ നിലവിളി എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ സങ്കടം എന്ന് പറയുന്നത് ആ ഫറവോന്റെ കീഴിലുള്ള പരിതാപകരമായ ജീവിതത്തിൽ ഉളവായതാണ്. അപ്പോൾ നമ്മുടെ പരിതാപകരമായ അവസ്ഥ കണ്ട് ഇസ്രയേൽ മക്കൾ നിലവിളിച്ചതുപോലുള്ള ഒരു നിലവിളി നമ്മിൽ നിന്ന് ഉയരുമ്പോൾ, നമ്മുടെ താഴെ 8-ാം വാക്യത്തിൽ വായിച്ചതുപോലെ അവരെ രക്ഷിപ്പാനായിട്ട് യഹോവ ഇറങ്ങി വന്നതുപോലെ, അനുദിന ജീവിതത്തിൽ നമ്മുടെ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന നിലവിളി, അത് ഉയരത്തിലേക്ക് എത്തുമ്പോൾ നമ്മെ രക്ഷിപ്പാനായിട്ട് അവൻ ഇറങ്ങി വരും, സഹായിപ്പാനായിട്ട് അവൻ ഇറങ്ങി വരും എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിന്റെ മറുവശം, അനുദിന ജീവിതത്തിൽ നാം വീണും എഴുന്നേറ്റും ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ ആ ഇസ്രയേൽ മക്കൾ ഫറവോന്റെ അടിമത്വത്തിന്റെ കീഴിൽ ആയിരുന്നപ്പോൾ അവർ എത്രമാത്രം അളവിലുള്ള നിലവിളിയാണോ വന്നത്, അതുപോലെയുള്ള ഒരു നിലവിളി ഈ പരിതാപകരമായ ജീവിതത്തിൽ നിന്ന് ഉയരണമെന്നുള്ള ആഗ്രഹത്തോടെയുള്ളത് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നാം പരാജയപ്പെടുന്നെങ്കിൽ അതിന്റെ കാരണം ഇസ്രയേൽ മക്കൾ ഫറവോന്റെ കീഴിൽ നിലവിളിച്ചതുപോലെയുള്ള ഒരു നിലവിളി നമ്മുടെ ഉള്ളിലില്ല എന്നുള്ളതാണ്. അനേക വർഷങ്ങൾ വിശ്വാസ ജീവിതത്തിൽ പിന്നിട്ടിട്ടും ആത്മീകമായി പുരോഗതി പ്രാപിക്കാതിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കും. ഇങ്ങനെയുള്ള ഒരു നിലവിളി ആത്മാർത്ഥമായി ദൈവം അറിയുന്ന രീതിയിലുള്ളത് നമ്മിൽ നിന്ന് ഉയരുന്നുവെങ്കിൽ രക്ഷിപ്പാനായി, നമ്മെ സഹായിപ്പാനായി അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും എന്നുള്ളത് ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചേർത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒന്നാമതായിട്ട്, എന്തുകൊണ്ട് നാം അവനെ മഹത്വപ്പെടുത്തി ജീവിക്കണം എന്ന് ചോദിച്ചാൽ, അവൻ സൂക്ഷിക്കുന്നവനാണ് എന്നുള്ള സത്യം നമ്മെ ഓർപ്പിക്കുന്നത്, നമുക്ക് സ്വയമായി വീഴാതെ ജീവിപ്പാൻ ശേഷിയില്ല. എന്നാൽ അതിനുള്ളൊരു ആഗ്രഹം, കർത്താവെ വീഴാതെ ജീവിക്കാനായിട്ട് എനിക്ക് എന്നിൽ തന്നെ ശേഷിയില്ല, എന്നാൽ എന്നെ സഹായിക്കണേ എന്നുള്ള നിലവിളി നമ്മിൽ നിന്ന് ഉയരുമ്പോൾ സഹായിപ്പാനായിട്ട് അവന്റെ കരം മതിയായതാണ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇത് നമ്മെ ഓർപ്പിക്കുന്നത്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുവാനായിട്ട് മതിയായവനാണ്, അവൻ ശക്തനാണ് എന്നുള്ളതാണ്. നമുക്ക് അതിൽ കഴിവില്ല, നമുക്ക് നമ്മിൽ തന്നെ അതിൽ ശക്തിയില്ലെങ്കിലും നമ്മുടെ കർത്താവ് അതിന് മതിയായവനാണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തിരുവഴുത്തിന്റെ അനേക ഭാഗങ്ങളിലേക്ക് ഇത് നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ഞാനത് എടുത്തു വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നാം എഫേസ്യ ലേഖനം 3:20 വായിക്കുന്നു, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ. അപ്പൊ നമ്മുടെ കർത്താവ് നമ്മെ സൂക്ഷിപ്പാൻ മതിയായവനാണ്. നമുക്ക് കഴിവില്ല, പക്ഷെ അവന് കഴിവുണ്ട് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഇവിടെ നമുക്ക് ഓർക്കാനായിട്ട്, സൂക്ഷിക്കുന്നു എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ മൂല പദത്തിന്റെ അർത്ഥം ഗാഡ്, ഒരു ഗാർഡിനെ പോലെ, വിശ്വസ്തനായ ഗാർഡിനെ പോലെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. വിശ്വസ്തനായ ഒരു ഗാർഡിനെ പോലെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട്. അതായത് ശത്രു നമ്മെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി നമ്മുടെ വിരുദ് തെറ്റിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വിശ്വസ്തനായ ഗാഡ് എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നു, അതുപോലെയുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് നൽകുന്നുണ്ട്. നാം തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങൾ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പോ അവൻ വിശ്വസ്തനാണ്, നിങ്ങൾ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും എന്നുള്ളതാണ്. അപ്പൊ സൂക്ഷിക്കുന്നു എന്നുള്ള പദം നമ്മിൽ തന്നെ കഴിവില്ല മാത്രമല്ല, എന്നാൽ അവന് കഴിവുണ്ട്. മാത്രമല്ല വിശ്വസ്തനായ ഒരു ഗാർഡിനെ പോലെ
അവൻ നമ്മെ സൂക്ഷിക്കുന്നു എന്നുള്ളതും അതിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, ഈ സൂക്ഷിക്കുന്നു എന്നുള്ളതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് ഇതിനോടൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അത് വന്നിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17:9-11 എടുത്തു വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവന്റെ പ്രാർത്ഥന തന്നെ നമ്മളെ ഭദ്രതയുടെ, നമ്മുടെ സുരക്ഷിതത്വത്തിന്റെ, നമ്മെ സൂക്ഷിക്കുന്നതിന്റെ ഉറപ്പ് നൽകുന്നതാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മറ്റൊരു കാര്യം, സൂക്ഷിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് എഫേസ്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിതൊന്നും എടുത്തു വായിക്കുന്നില്ല, ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. ഒരു ധ്യാന ചിന്ത പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം എന്ന് ചോദിച്ചാൽ, കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നു. ആ സൂക്ഷിക്കുന്നു എന്നുള്ള പദം ഒന്ന് നാം ധ്യാനിച്ചാൽ ഒരുപാട് ആത്മീക സത്യങ്ങൾ തിരുവെഴുത്തിന്റെ ഇതര വേദഭാഗത്തിൽ നിന്നും ഈ ഭാഷാ പ്രയോഗത്തിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചത്. രണ്ടാമത്തെ ആശയത്തിലേക്ക് ഞാൻ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് ആ വാക്യത്തിൽ തന്നെ നാം കാണുന്നത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. രണ്ടാമത്, എന്തുകൊണ്ട് നാം അവനെ മഹത്വപ്പെടുത്തണം എന്ന് ചോദിച്ചാൽ, നിർത്തുന്നവനായതിനാൽ എന്നുള്ളതാണ്. ആ ഭാഗത്ത് വായിച്ചപ്പോൾ ആ പ്രയോഗമാണ് എനിക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നിർത്തുന്നവനായതിനാൽ എങ്ങനെ നിർത്തുന്നു എന്നുള്ളതും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കളങ്കമില്ലാത്തവരായി നിർത്തുന്നു, ആനന്ദത്തോടെ നിർത്തുന്നു എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എവിടെ നിർത്തുന്നു എന്നുള്ളതും ആ വാക്യം തന്നെ നമ്മളോട് സംസാരിക്കുന്നു. തന്റെ മഹിമാ സന്നിധിയിൽ എന്നാണ് നാം അവിടെ വായിക്കുന്നത്. തന്റെ മഹിമാ സന്നിധിയിൽ. നമുക്കറിയാം, നാം റോമാലേഖനം 3:23 വായിക്കുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ല, ദൈവത്തിന്റെ തേജസ്സിന്റെ മുമ്പാകെ കുറവുള്ളവരായി, ദൈവം മുമ്പാകെ നിവർന്നു നിൽക്കുവാൻ ശേഷിയില്ലാത്തവരായി പാപം മുഖാന്തരം നാം മാറിയപ്പോൾ നമ്മെ തേജസ്സോടെ അവന്റെ മുമ്പാകെ നിർത്തുവാനായിട്ട് അവൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. അവന്റെ ക്രൂശിലെ മരണം മുഖാന്തരം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുഖാന്തരം, കാലാകാലങ്ങളിൽ നാം അത് വിശ്വസിച്ചതുകൊണ്ട്, നാം അത് ഉൾക്കൊണ്ടതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള പ്രാപ്തി നമുക്ക് ലഭിച്ചു. ഇവിടെ നിർത്തുവാൻ എന്നുള്ള പ്രയോഗം നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ സമാനമാണ്. നമുക്ക് സ്വയമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ സാധിക്കില്ല. പാപം മുഖാന്തരം നാം ദൈവിക നിലവാരത്തിന് കുറവുള്ളവരായിട്ട് തീർന്നു. അതുകൊണ്ട് തന്നെ ദൈവം മുമ്പാകെ നമുക്ക് സ്വയമായിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നമ്മെ നിർത്തുന്ന ഒരു ദൈവം. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, അതിന്റെ വിശേഷണം കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ തന്റെ മഹിമാ സന്നിധിയിൽ നിർത്തുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണെങ്കിലും ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ നിന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട്, ഒരു ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇവിടെ യൂദ ഇതുപോലെ മനോഹരമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ സ്തുതിഗീതം രചിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇൻസ്പിറേഷൻ അതിലൂടെ നൽകി എന്നുള്ള സത്യമാണെങ്കിലും ഈ യൂദ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ നാം വായിക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്ര മാത്രം ദൈവത്തെ കുറിച്ചിട്ടുള്ള അറിവ് യൂദയ്ക്ക് ഉണ്ടായത് എന്നുള്ളത് ചിന്തനീയമാണ്. എങ്ങനെയാ ഇത്രമാത്രം ദൈവത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ച തനിക്ക് ലഭിച്ചത്? നാം പാടാറുണ്ട്, ദൈവമേ നിന്നറിവാലേ ഹൃദയം നിറയ്ക്കുകയെന്നുള്ളത്. ദൈവത്തിന്റെ അറിവിനാൽ ഹൃദയം നിറയ്ക്കപ്പെട്ട ഒരു ജീവിതം, അത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. യൂദയിൽ നാം അത് കാണുന്നുണ്ട്. എങ്ങനെയാ അത് സാധിക്കുക? കുറച്ച് നാളുകൾക്ക് മുൻപ് ദൈവജനം ധ്യാനിച്ചപ്പോൾ ലഭിച്ച ഒരു ആശയം കർത്താവിന്റെ ജീവിതത്തിൽ നിന്നുള്ളത് ഞാൻ ഇന്ന് സൺഡേ സ്കൂളിൽ കുട്ടികളോട് പറയാനായിട്ട് ഇടയായിട്ട് തീർന്നു. അത് ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തെ കുറിച്ചുള്ള അറിവിനാൽ കർത്താവ് എങ്ങനെ നിറഞ്ഞത് എന്നുള്ളതിന്റെ ഒരു ചിത്രം നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം. അവന്റെ വാക്കു കേട്ടവർക്ക് എല്ലാവർക്കും വിവേകത്തിലും വിശ്രമങ്ങളിലും വിസ്മയം തോന്നി. ഓക്കെ, ഇവിടെ അറിയാം, അവന്റെ വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ വാക്കാണ്. അന്ന് കർത്താവിന്റെ പ്രായം 12 വയസ്സാണ്. 12 വയസ്സുള്ള കർത്താവിന്റെ വാക്ക് കേട്ടപ്പോൾ അവിടെയുള്ള
39 പുസ്തകങ്ങൾ, തിരുവഴുത്തിലെ അന്ന് ലഭ്യമായ പുസ്തകങ്ങൾ അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വിസ്മയം തോന്നി എന്നാണ് ഇവിടെ വായിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കാം ഈ കർത്താവ് 12 വയസ്സുള്ള കർത്താവ് അവരെ വിസ്മയിപ്പിക്കാൻ ഇടയായിട്ട് തീർന്നത്? ഞാൻ ഇന്ന് അവരോട് സൂചിപ്പിക്കാൻ ഇടയായിട്ട് തീർന്നത്, ഒരു ഭാവനയിൽ നാം ചിന്തിക്കുമ്പോൾ ഏകദേശം ഒരു 5 വയസ്സ് മുതൽ നമ്മുടെ കർത്താവ് ആ നസറേത്തിലെ സിനഗോഗിൽ പോകുന്നതായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുക. സിനഗോഗിലേക്ക് പോകുന്നു. കാരണം ഒരു ആശേരി ഭവനമാണ്. സ്വന്തമായിട്ട് ചുരുളുകൾ മേടിക്കുവാനുള്ള ശേഷി അന്ന് കർത്താവിന്റെ ഭവനത്തിനുണ്ടായിരുന്നില്ല. അപ്പൊ സ്വന്തമായിട്ട് വചനം ഇല്ലാതിരുന്ന കർത്താവിന്റെ ഭവനത്തില് ഈ സ്വന്തമായി ചുരുളുകളൊക്കെ ഉള്ള ഈ വചനം അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ഇവരെ വിസ്മയിപ്പിക്കാനായിട്ട് കർത്താവിന് കഴിഞ്ഞത് എങ്ങനെയാണ്? നമുക്കറിയാം, ആ 5-ാമത്തെ വയസ്സിൽ അവൻ സിനഗോഗിൽ പോകുമ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. ആ കേൾക്കുന്ന വചനം അവൻ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഒരാഴ്ച മുഴുവൻ ആശേരിപ്പണിയിൽ ഒരു പക്ഷെ അല്ലെങ്കിൽ ഭവനത്തിൽ കീഴടങ്ങി പാർക്കുന്നു. അങ്ങനെ 5-ാമത്തെ വയസ്സിലും 6-ാമത്തെ വയസ്സിലും 7-ാമത്തെ വയസ്സിലും 8-ാമത്തെ വയസ്സിലും 9-ാമത്തെ വയസ്സിലും 10-ഉം 11-ഉം 12-ാം വയസ്സിലും ഈ പ്രക്രിയ അവന്റെ ജീവിതത്തിൽ ഉടനീളം അവൻ തുടരുവാൻ ഇടയായിട്ട് തീർന്നു. ഓരോ ആഴ്ചയിലും കേൾക്കുന്ന വചനം അവൻ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ആഴ്ച മുഴുവനും അവന്റെ ജീവിതത്തെ നിയന്ത്രിച്ചു. അങ്ങനെ 5 വയസ്സ് മുതൽ ഏകദേശം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ, 12-ാമത്തെ വയസ്സിലായപ്പോഴേക്കും 39 പുസ്തകങ്ങളെ കുറിച്ചിട്ടുള്ള വളരെ ശക്തമായ വ്യക്തമായ ഉൾക്കാഴ്ച തനിക്ക് ലഭിച്ചു. ദൈവത്തിന്റെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടാൽ അവന്റെ ഹൃദയം നിറഞ്ഞു. അതുകൊണ്ട് അന്ന് കാലത്ത് 39 പുസ്തകം അരച്ചു കലക്കി കുടിച്ചിരുന്ന റബ്ബിമാരെ വിസ്മയിപ്പിക്കാനായിട്ട് അവനിടയായിട്ട് തീർന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും നാം കേൾക്കുന്ന വചനം നമ്മുടെ സ്വന്തം ഭാഷയിൽ അനേക വേർഷൻസ് അവൈലബിൾ ആണ്. അനേക ഭാഷകൾ തന്നെ നമുക്ക് പല ഭാഷകൾ നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടായിരിക്കെ കർത്താവിനെ പോലെ തിരുവഴുത്തുകളോടുള്ള പരിചയം നമുക്ക് എത്രമാത്രമുണ്ട്? അങ്ങനെ തിരുവഴുത്തുകളുടെ മുമ്പാകെ നമ്മൾ ഇരിക്കുമ്പോൾ മാത്രമാണ് തിരുവഴുത്തുകൾ വെളിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചിട്ടുള്ള അറിവിനാൽ ഹൃദയം നിറയുവാനായിട്ട് ഇടയായിട്ട് തീരുകയും. ഇവിടെ യൂദ ഇത്ര മനോഹരമായ സ്തുതിഗീതം രചിച്ചത് ദൈവത്തിന്റെ ആത്മാവായി നൽകിയതാണ്. എന്നാൽ അതിൽ നിന്ന് പഠിക്കാവുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, ദൈവത്തെക്കുറിച്ചിട്ടുള്ള അറിവ് നമ്മിൽ വർദ്ധിച്ചു വരണമെങ്കിൽ തിരുവഴുത്തുകളാൽ നാം നിശ്ചയം തിരുവഴുത്തുകളാൽ തഴക്കവും പഴക്കവും ഉള്ളവരായിട്ട് അനുദിനം നാം തീരേണ്ടത് ആവശ്യം. അതിനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതെല്ലാം നാം ഉപയോഗിക്കണം. ഇസ്രായേൽ മക്കൾ ഫറവോന്റെ കീഴിൽ എത്രമാത്രം വിടുതലിനായിട്ട് നിലവിളിച്ചുവോ അതേ അളവിലുള്ള ഒരു നിലവിളി ദിനംതോറും നമ്മിൽ നിന്നുണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാം വളരുന്നവരായിരിക്കും. ദൈവത്തെക്കുറിച്ചിട്ടുള്ള അറിവിൽ പുരോഗതിയുള്ളവരായിട്ട് തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട് നാം അവനെ മഹത്വപ്പെടുത്തണം എന്ന് ചോദിച്ചാൽ, 1, അവൻ സൂക്ഷിക്കുന്നവനാണ്. 2, അവൻ നമ്മെ നിർത്തുന്നവനാണ് എന്നുള്ളത് ഞാൻ പറയാനിടയായിട്ട് തീരും. തുടർന്നുള്ള കാര്യങ്ങൾ ഒരു 3-4-5 കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ച് ഞാൻ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മോട് വായിക്കുന്നത് ഇങ്ങനെയാണ്. യൂദയുടെ ലേഖനം 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്തുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് ചോദിച്ചാൽ അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനു തന്നെ എന്നുള്ള ഏകദൈവം, അവൻ ഏക സത്യ ദൈവമായതിനാൽ അവനെ നാം മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യം. അവനാണ് ഏക സത്യദൈവം. അതുകൊണ്ട് ഈ ദൈവത്തെ യഥാർത്ഥമായി അവനെക്കുറിച്ചുള്ള അറിവിനാൽ അറിഞ്ഞ് അവനെ മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. മറ്റൊരു കാര്യം, നാം ഈ ഏക പ്രയോഗം യൂദ ഇതിനു മുൻപും ഉപയോഗിച്ചിട്ടുണ്ട്. 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. യൂദയുടെ ലേഖനം തന്നെ 4-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തു. ഏകനാഥൻ, അവൻ ഏകനാഥനാണ്, ഏക സത്യദൈവമാണ്. അവൻ നമ്മുടെ യജമാനനാണ്. ആശയമാണ് ഞാൻ ഊന്നൽ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവൻ നമ്മുടെ കർത്താവാണ്, അവൻ നമ്മുടെ യജമാനനാണ്. അതെ, അതുകൊണ്ട് നാം അവനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, നാം അവിടെ അടുത്ത പ്രയോഗം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 25-ാം വാക്യത്തിൽ തന്നെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ
മറ്റൊരു കാര്യം, അവൻ നമ്മുടെ രക്ഷിതാവാണ്. ആ രക്ഷിതാവ് എന്നുള്ള പദപ്രയോഗവും നാം ചിന്തിക്കുമ്പോൾ അവനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഏറെ നമുക്ക് വക നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മറ്റൊരു കാര്യം നാം അവിടെ വായിക്കുന്നത്, എന്തുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ് എന്നുള്ള പദമാണ്. അവൻ എന്നേക്കും തേജസ് ഉള്ളവനായതിനാൽ അവനെ നാം അത് അവന്റെ സ്വഭാവത്തെയും പ്രകൃതിയെയും സൂചിപ്പിക്കുന്ന പദമായിരിക്കുന്നു തേജസ്, ഗ്ലോറി എന്ന് പറയുന്നത്. മാത്രമല്ല, എന്തുകൊണ്ട് നാം അവനെ മഹത്വപ്പെടുത്തണം എന്ന് ചോദിച്ചാൽ, തേജസ്സും മഹിമയും എന്നുള്ളത്, എന്നേക്കും മഹിമയുള്ളവനാണ് അവൻ. അവന്റെ മഹിമ കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്നേക്കും മഹത്വമുള്ളവനാകിയാൽ നാം അവനെ സ്തുതിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ്. മാത്രമല്ല, നാം അടുത്ത പദം വായിക്കുന്നത് ബലം, എന്നേക്കും പരമാധികാരിയായിട്ട് വാഴുന്നു. ബലം എന്നുള്ള പദം സൂചിപ്പിക്കുന്നതാണ് എന്നേക്കും പരമാധികാരിയായിട്ട് വാഴുന്നവനാണ് നാം വിശ്വസിക്കുന്ന നമ്മുടെ നാഥൻ. അതുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ്. മറ്റൊരു പദം നാം അവിടെ വായിക്കുന്നത് അധികാരം എന്നുള്ളതാണ്. അധികാരം, എന്നേക്കും അധികാരിയായിട്ട് അവൻ പാർക്കുന്നു, എന്നേക്കും അധികാരിയായിട്ട് അവൻ വാഴുന്നു. അവന്റെ കൈകളിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. അതുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ്. ഇന്ന് ഈ വൈകിയ സമയത്ത് ഈ ഭവനത്തിന്റെ തണലിൽ നാം ആയിരിക്കുമ്പോൾ യൂദയുടെ ലേഖനത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് എഴുതിയ മനോഹരമായ ആ ഡോക്സോളജി, ആ സ്തുതിഗീതം, അതിൽ നിന്ന് ലഭിച്ച ചില കുറിപ്പുകളാണ് ഞാൻ ചില കാര്യങ്ങൾ വിശദീകരിച്ചും ചില കാര്യങ്ങൾ വിശദീകരിക്കാതെയും നമുക്കറിവുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനിടയായിട്ട് തീർന്നത്. ഈ സ്തുതിഗീതത്തിന്റെ ഒരു സമ്മറി ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ചിത്രമാണ്. അപ്പൊ എന്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ള പാഠങ്ങൾ അതിലടങ്ങിയിരിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത്, ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് കൊണ്ട് നാം അവനെ മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതിന്റെ ഒരു പ്രായോഗിക വശം ഞാൻ ഓർപ്പിക്കാനിടയായിട്ട് തീർന്നു. നമുക്ക് സ്വയമായിട്ട് സൂക്ഷിക്കാനായിട്ട് കഴിവില്ല, എന്നാൽ സൂക്ഷിപ്പാൻ കഴിവുള്ള കർത്താവ് ജീവിക്കുന്നു. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ആ ഇസ്രായേൽ മക്കൾക്കുണ്ടായ ആ നിലവിളിയുടെ ആ ആഴത്തിലുള്ള നിലവിളി നമ്മിൽ നിന്ന് ഉയരുമ്പോൾ തീർച്ചയായിട്ടും സഹായിപ്പാൻ അവന്റെ കരം ഇന്ന് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, എന്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ നമ്മോട് വായിക്കുന്നത് നിർത്തുന്നവനായതിനാൽ എന്നുള്ള, സ്വയമായിട്ട് നമുക്ക് പാപം മുഖാന്തരം നിൽക്കുവാൻ ശേഷിയില്ലാതിരുന്നപ്പോൾ അവൻ തന്റെ പുത്രൻ മുഖാന്തരം നമ്മെ ദൈവത്തിന്റെ സന്നിധി നിഷ്കളങ്കരും കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാനായിട്ട് അവൻ ഇടവരുത്തി എന്നുള്ളതാണ്. തുടർന്നുള്ള മറ്റു പല പ്രയോഗങ്ങൾ നമുക്ക് അവിടെ കാണാൻ, അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ മഹത്വപ്പെടും, ദൈവത്തെ കുറിച്ചിട്ടുള്ള അറിവിനാൽ നാം നിറഞ്ഞു. അതിനായിട്ട് ദൈവം നമുക്ക് നൽകിയ തിരുവെഴുത്തുകളിൽ തഴക്കവും പഴക്കവും ഉണ്ടാകേണ്ടതാവശ്യം. വരും ദിവസങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഈ പറഞ്ഞ ആലോചന മുഖാന്തരം എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ.